ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പദശുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മൾ മലയാളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ഏകദേശം 230 വാക്കുകൾ പദശുദ്ധിയിൽ നിന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ 5th സ്റ്റാൻഡേർഡ് SSCRT മലയാളം, 6th സ്റ്റാൻഡേർഡ് SSCRT മലയാളം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് അതിലുള്ള വാക്കുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തുടർന്ന് 231ാമത്തെ വാക്കാണെന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞതെല്ലാം എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ദൃഢം. ദൃഢം ദൃഢം എന്നൊന്ന് എഴുതി നോക്കൂ. ദൃഢം ദൃഢം ക്ലിയർ? ദൃഢം. ഓക്കെ, നെക്സ്റ്റ് വാക്ക് ദാർഢ്യം. ദാർഢ്യം ഒന്ന് എഴുതി നോക്കൂ. ദാർഢ്യം. ദാർഢ്യം ക്ലിയർ ആവുന്നുണ്ടോ? ദാർഢ്യം. ഓക്കെ, ദ്രഷ്ടാവ് കേട്ടിട്ടുണ്ടോ? ദ്രഷ്ടാവ് ഒന്ന് എഴുതി നോക്കിക്കേ. ദ്രഷ്ടാവ് ക്ലിയർ ആണോ? ദ്രഷ്ടാവ്. ഓക്കെ, നെക്സ്റ്റ് ധൈന്യം. നെക്സ്റ്റ് വേർഡ് അതാണ് ധൈന്യം. ധൈന്യം എന്നൊന്ന് എഴുതിക്കേ. ധൈന്യം ക്ലിയർ ആവുന്നുണ്ടോ? ധൈന്യം. ഓക്കെ, നെക്സ്റ്റ് ദാരിദ്ര്യം. കേട്ടിട്ടില്ലേ? ദാരിദ്ര്യം എന്ന് എഴുതി നോക്കിക്കേ. ദാരിദ്ര്യം. ദാരിദ്ര്യം ക്ലിയർ? ദാരിദ്ര്യം. ദാരിദ്ര്യം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് 236ാമത്തെ വേർഡ് ദ്വന്ദ്വയുദ്ധം. ദ്വന്ദ്വയുദ്ധം. ദ്വന്ദ്വം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ദ്വന്ദ്വയുദ്ധം എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ദ്വന്ദ്വയുദ്ധം ക്ലിയർ ആണോ? ദ്വന്ദ്വയുദ്ധം ഒന്നും കൂടി എഴുതി നോക്കാം നമുക്ക്. ദ്വന്ദ്വയുദ്ധം. ഓക്കെ, ദ്വന്ദ്വയുദ്ധം ക്ലിയർ ആണല്ലോ. അടുത്ത് ദശരഥൻ. എങ്ങനെയാണ് ദശരഥൻ എന്നെഴുതുക? ദശരഥൻ ക്ലിയർ ആയോ? ദശരഥൻ. ഓക്കെ, ദശരഥൻ. നെക്സ്റ്റ് ദൃഢത. ദൃഢം നമ്മൾ എഴുതി കഴിഞ്ഞാണ്. അപ്പോൾ ദൃഢത എഴുതാൻ എളുപ്പമല്ലേ? ദൃഢത. ദൃഢത ക്ലിയർ ആണല്ലോ? ദൃഢത. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ദ്രൗപദി. എങ്ങനെയാണ് ദ്രൗപദി എന്ന് എഴുതുക? ദ്രൗപദി ക്ലിയർ ആവുന്നുണ്ടോ? ദ്രൗപദി. ഒന്നും കൂടി എഴുതാം കേട്ടോ. ദ്രൗപദി. ദ്രൗപദി. ഓക്കെ, നെക്സ്റ്റ് ധനഞ്ജയൻ. ധനഞ്ജയൻ. എങ്ങനെയാണ് ധനഞ്ജയൻ എന്നെഴുതുക? ധനഞ്ജയൻ. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. ധനഞ്ജയൻ. ജയനാണ് കേട്ടോ അവസാനം വരുന്നത്. ഓക്കെ, ധനഞ്ജയൻ. ഓക്കെ, ധനഞ്ജയൻ. ജയൻ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് വരുന്നത് നിഘണ്ടു. എങ്ങനെയാണ് നിഘണ്ടു എന്ന് എഴുതുക? ഇതിൽ ഈ ജയൻ എന്നുള്ളതാണ് ലാസ്റ്റ് വരുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കട്ടെ. അപ്പോൾ ധനഞ്ജയൻ നമുക്ക് പറയാൻ കിട്ടും. അടുത്തത് നിഘണ്ടു. നിഘണ്ടു. ഓക്കെ, ക്ലിയർ? നിഘണ്ടു. നെക്സ്റ്റ് നാഗരികം. എങ്ങനെയാണ് നാഗരികം എന്നെഴുതുക? നാഗരികം. ഓക്കെ, നാഗരികം. നെക്സ്റ്റ് വേർഡ് ഏതാണ്? നികൃഷ്ടം. നികൃഷ്ടം എന്നൊന്ന് എഴുതി നോക്കിക്കേ. നികൃഷ്ടം. നികൃഷ്ടം ക്ലിയർ ആവുന്നുണ്ടോ? നികൃഷ്ടം. നെക്സ്റ്റ് നിവൃത്തി. 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 ഇതൊന്നും പഠിക്കാതെ നമുക്ക് ഒരു നിവൃത്തി ഉണ്ടാവില്ല കേട്ടോ. നിവൃത്തി. ഓക്കെ, അടുത്തത് നിഷ്ഠൂരം. എങ്ങനെയാണ് നിഷ്ഠൂരം എന്നെഴുതുക? നിഷ്ഠൂരം ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇതിലൊന്നും നമുക്ക് വേറെ പ്രത്യേകിച്ച് ക്ലാസ്സുകളായിട്ടൊന്നും എടുക്കാനില്ല. ഇതിങ്ങനെ പറയുക, എഴുതുക, പഠിക്കുക, അത്ര തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നിഷ്ഠൂരം. അടുത്തത് നിഷ്ഠ. എങ്ങനെയാണ് നിഷ്ഠ എന്നെഴുതുക? നിഷ്ഠ. ഓക്കെ, നിഷ്ഠ എഴുതിയല്ലോ. ഒന്നും കൂടി എഴുതി വെക്കാം. നിഷ്ഠ.
ഓക്കെ. 247 വാക്കിലേക്ക് നമ്മൾ പറയുന്നത് നിക്ഷിപ്തം. എങ്ങനെയാണ് നിക്ഷിപ്തം എന്നെഴുതാം? നിക്ഷിപ്തം, നിക്ഷിപ്തം. ഓക്കെ, നിക്ഷിപ്തം. അടുത്ത് നികഷം. എങ്ങനെയാണ് നികഷം എന്നെഴുതാം? നികഷം, നികഷം. അടുത്തത് നീഢം. ഓക്കെ, നീഢം. എങ്ങനെയാണ് നീഢം എന്നെഴുതാം? നീഢം. ക്ലിയർ ആയോ? നീഢം, നീഢം. 250 വാക്കുകളിലേക്ക് എത്തി. നിശബ്ദത. എങ്ങനെയാണ് നിശബ്ദത എന്നെഴുതാം? നിശബ്ദത. ക്ലിയർ ആയോ? നിശബ്ദത എന്ന് പറഞ്ഞു നോക്കാം. ദൃഢം, ദാർഢ്യം, ദ്രഷ്ടാവ്, ധൈര്യം, ദാരിദ്ര്യം, ദ്വന്ദ്വയുദ്ധം, ദശരഥൻ, ദൃഢത, ദ്രൗപദി, ധനഞ്ജയൻ, നിഘണ്ടു, നാഗരികം, നികൃഷ്ടം, നിവൃത്തി, നിഷ്ഠൂരം, നിഷ്ഠ, നിക്ഷിപ്തം, നികഷം, നീഢം, നിശബ്ദത. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഏകദേശം 250 വാക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കുറച്ച് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 250 വേർഡുകളിലെത്തി. അപ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠനത്തെ കാണണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പഠനത്തിനെ കാണാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. LDC പഠിക്കുന്ന ആളുകൾക്കും ഒരുപോലെ ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ 251 വാക്കാണ് കേട്ടോ. നാസ്തികൻ. എങ്ങനെയാണ് നാസ്തികൻ എന്നെഴുതാം? നാസ്തികൻ. ഓക്കെ, നാസ്തികൻ. ക്ലിയർ ആയോ? നാസ്തികൻ. ഓക്കെ. 252 പശ്ചാത്തലം. എങ്ങനെയാണ് പശ്ചാത്തലം എന്നെഴുതാം? പശ്ചാത്തലം, പശ്ചാത്തലം. ക്ലിയർ. അടുത്തത് പാദസരം. എങ്ങനെയാണ് പാദസരം എന്നെഴുതാം? പാദസരം, പാദസരം. ഓക്കെ. പീഡനം. എങ്ങനെയാണ് പീഡനം? പീഡനം, പീഡനം. ഓക്കെ. അടുത്ത് പുനഃചിന്ത. എങ്ങനെയാണ് പുനഃചിന്ത എന്നെഴുതാം? പുനഃചിന്ത. ഓക്കെ, പുനഃചിന്ത. ക്ലിയർ ആയോ? പുനഃസൃഷ്ടി. എങ്ങനെയാണ് പുനഃസൃഷ്ടി എന്നെഴുതാം? പുനഃസൃഷ്ടി. ഓക്കെ, പുനഃസൃഷ്ടി. ക്ലിയർ. നെക്സ്റ്റ് പ്രതിച്ഛായ. എങ്ങനെയാണ് പ്രതിച്ഛായ എന്നെഴുതാം? പ്രതി വേണം, പിന്നെ ഛായ വേണം. പ്രതിച്ഛായ. ഓക്കെ. നെക്സ്റ്റ് പ്രതിച്ഛായ കഴിഞ്ഞു. അടുത്ത 258 വേർഡാണ് നമ്മൾ പറയുന്നത്. പ്രാഗൽഭ്യം. എങ്ങനെയാണ് പ്രാഗൽഭ്യം എന്നെഴുതാം? പ്രാഗൽഭ്യം. ഓക്കെ, പ്രാഗൽഭ്യം. ഓക്കെ, പ്രാഗൽഭ്യം. പരീക്ഷാർത്ഥികൾ. എങ്ങനെയാണ് പരീക്ഷാർത്ഥികൾ എന്നെഴുതാം? പരീക്ഷാർത്ഥികൾ. ഓക്കെ, പരീക്ഷാർത്ഥികൾ. ക്ലിയർ ആവുന്നുണ്ടോ? പരീക്ഷാർത്ഥികൾ. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് പിന്നാക്കം. എങ്ങനെയാണ് പിന്നാക്കം എന്നെഴുതാം? പിന്നാക്കം. ഓക്കെ, അപ്പോൾ പിന്നാക്കം ക്ലിയറായി. നെക്സ്റ്റ് പ്രാരബ്ധം. എങ്ങനെയാണ് പ്രാരബ്ധം എന്നെഴുതുക? പ്രാരബ്ധം. ഓക്കെ, പ്രാരബ്ധം കിട്ടിയോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രക്ഷോഭണം. എങ്ങനെയാണ് പ്രക്ഷോഭണം എന്നെഴുതുക? പ്രക്ഷോഭണം, പ്രക്ഷോഭണം. ക്ലിയർ? പ്രക്ഷോഭണം. നെക്സ്റ്റ് പ്രതിഷേധം. എങ്ങനെയാണ് പ്രതിഷേധം? പ്രതി വേണം, പ്രതിഷേധം. ഓക്കെ, പ്രതിഷേധം. നെക്സ്റ്റ് നമ്മൾ
എങ്ങനെയാ പ്രതിഷ്ഠ എന്ന് എഴുതാം? പ്രതിഷ്ഠ. ഓക്കെ, പ്രതിഷ്ഠ. പ്രതിഷ്ഠ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? പ്രതിഷ്ഠ. അടുത്തത് പ്രദക്ഷിണം. എങ്ങനെയാ പ്രദക്ഷിണം എന്ന് എഴുതാം? പ്രദക്ഷിണം. ക്ലിയർ? പ്രദക്ഷിണം. ഓക്കെ. നെക്സ്റ്റ് പ്രവൃത്തി. പ്രവൃത്തി. ഓക്കെ, പ്രവൃത്തി. ക്ലിയർ ആവുന്നുണ്ടോ? പ്രവൃത്തി കഴിഞ്ഞു. നെക്സ്റ്റ് പ്രസ്ഥാനം. എങ്ങനെയാ പ്രസ്ഥാനം എന്ന് എഴുതാം? പ്രസ്ഥാനം. ക്ലിയർ ആയോ? 268. പന്താവ്. നമ്മൾ കഴിഞ്ഞ ദിവസം പാന്തർ പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? പന്താവ്. ഓക്കെ, പന്താവ് 269. പാരത്രികം. എങ്ങനെയാ പാരത്രികം എന്ന് എഴുതി നോക്കൂ. പാരത്രികം. പാര വേണം, പിന്നെ ഒരു ത്രികവും വേണം. ഓക്കെ, 270 വാക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പെട്ടെന്ന്. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തോന്നും, എന്നാലും തെറ്റിക്കാൻ പാടില്ല. പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 270 വാക്കുകൾ കേട്ടോ, അത്രയും മതി. ഇനി നമുക്ക് 7th സ്റ്റാൻഡേർഡ് മലയാളം കൂടി നോക്കാണ്ട്. ഓക്കെ. നാസ്തികൻ, പശ്ചാത്തലം, പാദസരം, പീഡനം, പുനഃചിന്ത, പുനഃസൃഷ്ടി, പ്രതിച്ഛായ, പ്രാഗൽഭ്യം, പരീക്ഷാർത്ഥികൾ, പിന്നാക്കം, പ്രാരബ്ധം, പ്രക്ഷോഭണം, പ്രതിഷേധം, പ്രതിഷ്ഠ, പ്രദക്ഷിണം, പ്രവൃത്തി, പ്രസ്ഥാനം, പന്താവ്, പാരത്രികം, പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ മലയാളം ഭാഗങ്ങളാണ്, SSCRT മലയാളം ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. ചിലർക്ക് ഇത് വളരെ സ്പീഡ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ കാണാൻ. കാരണം എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2x വരെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് സ്പീഡ് വേണ്ടത് വെച്ചാൽ അതിലേക്ക് സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാണുക. ചില ആളുകൾക്ക് സ്പീഡ് കുറവായിരിക്കും വേണ്ടത്. അപ്പോൾ ഇനിയും സ്പീഡ് കുറവ് വേണമെന്നുള്ളവർക്ക് സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ SSCRT മലയാളമാണ് കേട്ടോ. മലയാളം ടെക്സ്റ്റ് ബുക്കിൽ പുതിയ പുതിയ വാക്കുകൾ കണ്ടത് തന്നെയായിരിക്കും കൂടുതലും. ഓക്കെ. ഔത്സുക്യം. എങ്ങനെയാണ് ഔത്സുക്യം എന്നെഴുതുക? ഔത്സുക്യം. ഓക്കെ. നെക്സ്റ്റ് ഉത്കണ്ഠ. എങ്ങനെയാണ് ഉത്കണ്ഠ എന്നെഴുതുക? ഓക്കെ, ഉത്കണ്ഠ. ക്ലിയർ ആണല്ലോ? വ്രണം. വ്രണം എന്ന് കേട്ടിട്ടില്ലേ? വ്രണം. ക്ലിയർ? നെക്സ്റ്റ് രോധനം എന്ന് എഴുതി നോക്കൂ. രോധനം. ക്ലിയർ? രോധനം. മൃദുശാഖ. എങ്ങനെയാണ് മൃദുശാഖ എന്ന് എഴുതുക? മൃദുശാഖ. ഓക്കെ, ക്ലിയർ? മൃദുശാഖ. സന്നിധി എന്ന് എഴുതിക്കേ. സന്നിധി എന്ന്. സന്നിധി എങ്ങനെയാണ് കേട്ടോ? സന്നിധി എന്ന് എഴുതുക. നെക്സ്റ്റ് സായാഹ്നം. എങ്ങനെയാണ് സായാഹ്നം എന്ന് എഴുതുക? സായാഹ്നം. ഓക്കെ, സായാഹ്നം. നെക്സ്റ്റ് നിശബ്ദം എന്ന് എഴുതിക്കേ. നിശബ്ദം. 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 ക്ലിയർ? ദുഃഖം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദുഃഖം. ഓക്കെ. നെക്സ്റ്റ് വാദ്യവൃന്ദം. 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 ഓക്കെ, വാദ്യവൃന്ദം. നെക്സ്റ്റ് വിഡ്ഢിത്തം. എങ്ങനെയാണ് വിഡ്ഢിത്തം എന്ന് എഴുതുക? വിഡ് വേണം, പിന്നെ ഒരു ഡിത്തവും വേണം, അപ്പോഴാണ് വിഡ്ഢിത്താവട്ടോ. ഓക്കെ, വിഡ്ഢിത്തം. കൃത്രിമം. ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലേ? കൃത്രിമം. ക്ലിയർ? കൃത്രിമം. നെക്സ്റ്റ് പിതൃഗൃഹം. എങ്ങനെയാണ് പിതൃഗൃഹം എന്ന് എഴുതുക? പിതൃഗൃഹം. ഓക്കെ, ക്ലിയർ? പിതൃഗൃഹം. പിതൃഗൃഹം. നെക്സ്റ്റ് നിശ്ചലൻ. എങ്ങനെയാണ്
നിശ്ചലൻ എന്നെഴുതാം. നീ ചലൻ. ക്ലിയർ? നിശ്ചലൻ. ഓക്കെ. നെക്സ്റ്റ് വൃന്ദാവനം എന്ന് എഴുതി നോക്കൂ. വൃന്ദാവനം. ഓക്കെ. അടുത്തതായിട്ട് നിശ്ചലം. പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞ വാക്കുകളാണ്, അതുകൊണ്ട് അത്രയും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. വൃന്ദാവനം. നെക്സ്റ്റ് നിശ്ചലം. അടുത്തത് പ്രഥമം. ഓക്കെ. പ്രഥമം. നെക്സ്റ്റ് പ്രൗഢി. എങ്ങനെയാണ് പ്രൗഢി എന്ന് എഴുതാം? പ്രൗഢി. ഓക്കെ. പ്രൗഢി. കടാക്ഷിക്കുക. ക്ലിയർ? കടാക്ഷിക്കുക. നെക്സ്റ്റ് പ്രവൃത്തി എന്ന് എഴുതി നോക്കൂ. പ്രവൃത്തി നമ്മൾ എഴുതിയതാട്ടോ അതൊക്കെ. ഓക്കെ. ഔത്സുക്യം, ഉത്കണ്ഠ, വ്രണം, രോധനം, മൃദുശാഖ, സന്നിധി, സായാഹ്നം, നിശബ്ദം, ദുഃഖം, വാദ്യവൃന്ദം, വിഡിത്തം, കൃത്രിമം, പിതൃഗൃഹം, നിശ്ചലൻ, വൃന്ദാവനം, നിശ്ചലം, പ്രഥമം, പ്രൗഢി, കടാക്ഷിക്കുക, പ്രവൃത്തി. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കും എന്തായാലും കൂടുതലായിട്ടും ടെക്സ്റ്റ് ബുക്കിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സാമുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാതെ പോകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന, പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ. അടുത്തതായിട്ട് ഏതാ പറയാൻ പോകുന്നത്? നമ്മൾ ഏതുവരെ ഇപ്പോൾ പറഞ്ഞ പ്രൗഢി കഴിഞ്ഞു, കടാക്ഷിക്കുക. നെക്സ്റ്റ് പ്രവൃത്തി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെലവ്. ഒന്ന് എഴുതിക്കേ. ചെലവ്. ക്ലിയർ? ചെലവ്. നെക്സ്റ്റ് സ്രഷ്ടാവ്. എങ്ങനെ സ്രഷ്ടാവ് എന്ന് എഴുതാം? സ്രഷ്ടാവ്. ക്ലിയർ? സ്രഷ്ടാവ്. അടുത്തത് ശബ്ദം. ഓക്കെ. ശബ്ദം. നെക്സ്റ്റ് മുഖഛായ. എങ്ങനെ മുഖഛായ എന്ന് എഴുതാം? മുഖഛായ. ക്ലിയർ? ഹേമത്തം. ഹേമത്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് ഹേമത്തം. എങ്ങനെയാണ് ഹേമത്തം എന്ന് എഴുതാം? പിന്നെ സ്വാധ്യായം. എങ്ങനെയാണ് സ്വാധ്യായം എന്ന് എഴുതാം? സ്വാധ്യായം. ഓക്കെ. നെക്സ്റ്റ് യാഥാസ്ഥിതികം. എങ്ങനെയാണ് യാഥാസ്ഥിതികം? പിന്നെ ഒരു തികം കൂടി വേണം കേട്ടോ. യാഥാസ്ഥിതികം. നാഗസ്വരം. എങ്ങനെയാണ് നാഗസ്വരം? ഓക്കെ. നെക്സ്റ്റ് അനുഗൃഹീതം. അനുഗൃഹീതം. ഓക്കെ. അനുഗൃഹീതം. നെക്സ്റ്റ് വ്രതം. ഇത്രയും വാക്കുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഒരു 7th സ്റ്റാൻഡേർഡ് SSCRT മലയാളം ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതും കൂടി പഠിച്ചു വയ്ക്കുക കൂട്ടത്തിൽ. ഓക്കെ. ചെലവ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്രഷ്ടാവ്, ശബ്ദം, മുഖഛായ, ഹേമത്വം, സ്വാധ്യായം, യാഥാസ്ഥിതികം, നാഗസ്വരം, അനുഗൃഹീതം, വ്രതം. ഓക്കെ. അപ്പോൾ നമ്മളൊരു വലിയ ബൾക്കായിട്ടുള്ള ഭാഗം ഇതിന്ന് തീർത്തു. ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാടൊരു 300ഓളം വേഴ്സുകൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്പം 8, 9, 10 കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. താങ്ക് യു.